വനെയും അത് ചെയ്യിക്കുന്നവനേക്കാളും വലിയ കുറ്റവാളിയാണ് അത് കണ്ടു നിൽക്കുന്നവൻ. അതുകൊണ്ട് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല, പ്രതികരിച്ചേ മതിയായി. ഓം ശാന്തി ഓം. ക്ഷണിക്കാതെ വന്നതിൽ ക്ഷമിക്കണം. പടച്ചതമ്പരാന്റെ ഒരു വിളി ഉണ്ടായിരുന്നേ, അതുകൊണ്ട് വന്നതാ. ബുദ്ധിമുട്ടായില്ലല്ലോ? നിങ്ങൾ അടിച്ചടി എല്ലാം മിസ്സായി. ഈ അടി മതിയുടെ മിസ്സും മിസ്സിസ് ആവാൻ. നിങ്ങൾ തന്നെ പറ, ഈ ഹാജിയാർക്ക് ഒരടി വരയുടെ കുറവില്ലേ? ശിവനെ ഞാൻ ക്ലാസ് റൂമിലും ലാബിലൊക്കെ നോക്കി. ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഞാൻ ബുക്ക് വായിച്ചു കേട്ടോ. ഞാൻ പോട്ടെ. ബൈ. നിന്റെ സ്വന്തം കൂട്ടുകാരി ഒരു പുസ്തകം തന്നാൽ അതിൽ എന്തെങ്കിലും ഒരു കൂട്ടൻസ് ഉണ്ടാവും. മമ്മിക്ക് ഒരാൾ ലവ് ലെറ്റർ കൊടുത്താ പപ്പ സഹിക്കോ? പണ്ടായിരുന്നെങ്കിൽ സഹിക്കില്ല. ഇപ്പോ നിങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി പപ്പയ്ക്ക് ഒരൊറ്റ ആഗ്രഹമേ ബാക്കിയുള്ളൂ. ഇവള് കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചിട്ട് എനിക്കൊന്ന് ഞാൻ തമാശ പറഞ്ഞല്ലേ. പപ്പ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഗായക നീ മീട്ടുമെൻ. അല്ല, ഇതൊരു കവിതയല്ലേ? പ്രേമലേഖനം കവിതാ രൂപത്തിൽ എഴുതാലോ. കവിതയാണോ പ്രേമലേഖനമാണോ തർക്കം? ഞാൻ തീർത്തു തരാം. അയ്യോ, സാർ എത്തിയായിരുന്നു. ഇരിക്കടാ. ഇതിൽ കവയത്രി ഉദ്ദേശിച്ച ശിവൻ ഗായകനാണോ? അതെ, ഈ നീനി ശിവനെ പണ്ട് കുറെ യുഗ്മഗാനം പാടിയിട്ടുള്ളതാ. അപ്പോൾ വൃത്തമൊത്തു. ഗായക നീ മീട്ടുമെൻ ഗാത്രവീണയിൽ പൂത്തിടും. സാറിന് നാനാർത്ഥം മനസ്സിലായോ? നാനാർത്ഥം മനസ്സിലായി, പക്ഷേ ഈ ഗാത്രവീണ പിടിയിട്ടില്ല സാറേ. ഗാത്രം എന്നാൽ ശരീരം, ഗാത്രവീണ എന്നാൽ ശരീരമാകുന്ന വീണ. അവൾ ശരീരമാകുന്ന വീണയിൽ അവന്റെ വിരുന്നുകൾ നീട്ടിയപ്പോൾ ഗാത്രം പൂത്തു. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവന്റെ കൈകൾ കൊണ്ട് അവൾ എക്കിൽ കൂട്ടിയപ്പോൾ അവൾക്ക് രോമാഞ്ചം ഉണ്ടായി. ഇത് പ്രേമലേഖനമൊന്നുമല്ല, അതിനേക്കാൾ കടുപ്പമെന്തോ സാധനമോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ പപ്പ ഇതൊരു ലവ് ലെറ്റർ ആണെന്ന്. എടി മണ്ടി, ഈ വിവരദോഷി പറയണ കേട്ട് നീ അത് വിശ്വസിച്ചല്ലോ. അല്ല, ഇരിക്കണം, കുറച്ചേരം കൂടി ഇരിക്കണം സാറേ. ഓ, നിന്നെപ്പോലെ ഒരു മണ്ടി. അതെ, ഞാൻ മണ്ടിയോ? എനിക്ക് നിങ്ങൾ ആരും ഇഷ്ടമല്ല. പപ്പയും അമ്മയും ശിവനെയും ആരും ഇഷ്ടമല്ല. ചെല്ലടാ, ചെന്ന് സമാധാനിപ്പിക്കേ. ഈ ഡോക്ടറും ഇങ്ങനെയായിരുന്നു. അവസാനം ഞാൻ കീഴടങ്ങും. അല്ലടി? ചെല്ലടാ അങ്ങോട്ട്. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. സാർ അവസാനമായിട്ട് കീഴടങ്ങി എന്നായിരുന്നു?